ആള് ലഹരിയൊക്കെ ഉപയോഗിക്കണേ. അപ്പൊ അത് അവരുടെ ഇഷ്ടമല്ലേ ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്. ചേച്ചി മറ്റേ വേടന്റെ ന്യൂസ് എന്തെങ്കിലും കേട്ടിരുന്നു? വേടന്റെ ന്യൂസ് കേട്ടായിരുന്നോ? അപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല? നിങ്ങൾ ആരുടെ അല്ലേ? നമ്മളെന്തിനാ നോക്കണേ? അല്ല അത് നെഗറ്റീവ് അല്ലേ ലഹരി ഉപയോഗിക്കുന്നതോ? അവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ, അത് അവരുടെ വേണമെങ്കിൽ ചെയ്തോട്ടെ. ഒരുപാട് പേര് സമൂഹത്തിൽ മാതൃകയാക്കുന്ന ഒരാളല്ലേ. ഒരുപാട് പിള്ളേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ആളെ. പിള്ളേർക്ക് ഇപ്പൊ നമ്മളൊരാൾ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കും, പുള്ളിക്കാരന് ആഗ്രഹമുണ്ടെങ്കിൽ പുള്ളി കഴിക്കും. അത്രേ. നമുക്ക് നന്നാവണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നാവാം അല്ലേ? അത്രേ ഉള്ളൂ. മേഡം തന്നെ പറയുന്നുണ്ട് ഈ ഒരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കാന്ന്. പുള്ളി അല്ലെങ്കിൽ നല്ല മനുഷ്യനായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് പുള്ളി ഇഷ്ടം, അത്രേ ഉള്ളൂ. കാണാം. എന്റെ പൊന്നോ, ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അതിനകത്ത് ഒരു പ്രതിനിധിയായിട്ട് മാത്രമേ നമുക്ക് ഈ അനുമോളെ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ വേടന്റെ ഈ ഒരു കേസ് നമ്മളെല്ലാവരും കണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ ഈ ഒരു വേടന്റെ കേസിന്റെ അത് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടന്റെ പാട്ടുകളും വേടന്റെ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന വേടൻ പറയുന്ന പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു കാര്യങ്ങളിനകത്തൊക്കെ വേടന് ഇഷ്ടമാണ്. പക്ഷെ വേടൻ ഈ ഒരു കഞ്ചാവ് കേസിനകത്ത് പിടിക്കപ്പെട്ടതിനകത്ത് ഞാൻ ഒരിക്കലും വേടനെ സപ്പോർട്ട് ചെയ്യില്ല ആ ഒരു കേസിനകത്ത്. കാര്യം നമ്മളൊരു രാജ്യത്ത് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു രാജ്യത്തിനകത്തെ ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നിട്ട് ആ ഒരു ഭരണഘടനയിനകത്ത് നിന്നിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത ഒരാളാണ് വേടൻ എന്ന് പറയുന്നത്. അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് പലരും പറഞ്ഞു ഞാൻ കേട്ട്, വേടനേക്കാളും വലിയ തെറ്റ് ചെയ്യുന്നവർ ഇവിടെ ഉണ്ടല്ലോ, തെറ്റ് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്, അവരൊക്കെ സുഖമായിട്ട് നടക്കണമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വേടൻ ചെയ്യുന്നത് തെറ്റല്ലാണ്ടാവുന്നില്ല. അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ വേടൻ ചെയ്തൊരു തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും വേടനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്താണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് വേടൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേടനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, അത് അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനകത്ത് വേടൻ ചെയ്ത ഈ ഒരു കാര്യത്തിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പലരും പറഞ്ഞു കേട്ട് വേറെ രാജ്യത്തൊക്കെ ഇത് ലീഗലാണ്, അപ്പൊ അതുകൊണ്ട് വേറെ രാജ്യമല്ലല്ലോ ഇത് ഇന്ത്യയാണ്, ഇന്ത്യയിൽ ഇവിടെ ഇങ്ങനെയാണ്, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അനുമോളിനകത്തേക്ക് വരും. ഈ അനുമോൾ എന്താണ് വന്നിട്ട് വിളിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഇത്തിരിയെങ്കിലും തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടായി ഇങ്ങനെയൊക്കെ ഈ പറയുന്ന സമയത്ത്. അതായത് വേടൻ ചെയ്ത ഒരു തെറ്റിനെ വേടൻ തന്നെ പറഞ്ഞ അത് തെറ്റാണ്, ആരും ഇത് അനുകരിക്കരുത്, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ചേട്ടൻ തിരിച്ചു വരും എന്നൊക്കെയുള്ള രീതിക്കാണ് വേടൻ പറഞ്ഞിട്ട് പോയത്. എന്നാ അതേ വേടനെ തന്നെ ഇവിടെ ഒരാൾ വന്നിട്ട് അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യാനാണ്. അതായത് ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഇഷ്ടമല്ലേ ഇത്, എന്തൊക്കെയാണ് വിളിച്ച് പറയണം. അതായത് ഇത്തിരിയെങ്കിലും ബോധമുള്ള ഒരാൾ അങ്ങനെയൊക്കെ വിളിച്ച് പറയും. എനിക്കറിയാൻ പാടില്ലാട്ടാ. ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനെയാണ് പുള്ളിക്കാരി കഞ്ചാവ് ഉപയോഗിച്ചത് എന്നുള്ള പുള്ളിക്കാരനെ അതിന് പിടിച്ചു. കഞ്ചാവ് എന്തായാലും പുള്ളിക്കാരൻ ആ ഒരു ലഹരി ഉപയോഗിക്കുന്നത് അത് പുള്ളിയുടെ ഇഷ്ടമല്ലേ എന്നാണ് ഈ പുള്ളിക്കാരി ചോദിക്കുന്നത്. ഇപ്പൊ ശരിയാ, ഈ ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ കള്ള്, അതേപോലെ ഇപ്പൊ ബ്രാൻഡി ഐറ്റംസ്, അതേപോലത്തെ സാധനങ്ങൾ, സിഗരറ്റ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതേപോലത്തെ സാധനങ്ങൾ അതായത് ലീഗലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ ലീഗലി അനുവദിക്കാത്ത കാര്യങ്ങൾ, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അയാൾ ചെയ്ത ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് എന്ത് ബോധമില്ലായ്മയാണെന്ന് മാത്രമേ എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളൂ. ഇവരൊക്കെ എന്തർത്ഥത്തിനകത്താണ് ഒരു ഇൻഫ്ലുവൻസറായി മാറുന്നത്? ഇവരൊക്കെ എങ്ങനെയാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതായത് ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ ഒക്കെ പലരും സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്നത്. ഞാനൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല, പക്ഷെ പലരും നമുക്ക് കാണാം ഇവരെയൊക്കെ തലയിൽ വെച്ച് നടക്കുന്ന പലരും ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇവർക്കൊക്കെ എത്രത്തോളം ബോധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതേ ഒരു സംഭവമാണ് ഇപ്പൊ ഈ അനുമോളുടെ കേസിനകത്തും ഇപ്പൊ ഈ സീരിയലിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർ മാജിക് പരിപാടിനകത്താണെങ്കിലൊക്കെ നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ പറഞ്ഞൊരു പൊട്ടം കളിച്ച് ഇങ്ങനെ നടക്കുന്നു. പക്ഷെ എന്നാലും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് ആൾക്കാരുണ്ട്. ഇപ്പൊ ചിലരൊക്കെ ചിലപ്പോൾ വിചാരിക്കും, ഓ ശരിയാണ്, ലഹരി ഉപയോഗിക്കുന്നത് അവരുടെ ഇഷ്ടമല്ലേ, എന്ത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടെ ഇവിടെ ഒരു ബാധകമാണ്. അതും കൂടെ ചിന്തിക്കാണ്ട് വായ തോന്നിയൊക്കെ ഒരു ക്യാമറ കാണുമ്പോഴത്തേക്കും വിളിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോധമില്ല
പോയില്ലായ്മ മാത്രമായിട്ട് എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ എനിക്ക് ഒരു തരത്തിലും ഈ അനുമോള് പറഞ്ഞതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും ഈ വേടന്റെ കേസിനകത്ത് വേടൻ ഇപ്പൊ ഇത്തിരി മറ്റേ വെള്ളം അടിച്ചതിന് വേടനെ പിടിച്ചിട്ട് പോയായിരുന്നെങ്കിൽ അനുമോള് പറയുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന കേസല്ല ഞാൻ പറഞ്ഞത്. വെള്ളം അടിച്ച് പുള്ളി വെറുതെ ഇരുന്ന വെള്ളം അടിച്ചിട്ടുണ്ടെന്ന പുള്ളിക്കാരനെ പിടിച്ചിട്ട് പോയായിരുന്നെങ്കിൽ ഞാനും അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഇവിടെ ഉപയോഗിച്ച ലഹരി വേറെയാ. അപ്പൊ അതുകൊണ്ട് സംഭവം മാറും. പിന്നെ ഈ കഞ്ചാവിനെ സപ്പോർട്ട് ചെയ്യുന്നവര് അതിന് ആ ഒരു ടോപ്പിക്കിനകത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കേട്ടോ. കാര്യം എല്ലാ ലഹരിയും ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ സ്വബോധത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയിട്ട് അതിൽ നിന്നൊരു സുഖം കണ്ടെത്തുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മൾ സ്വബോധത്തിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെതായ ലഹരി ഉണ്ട്. ഞാൻ സ്വബോധത്തിനകത്ത് നിൽക്കുമ്പോൾ ഇനി അതിൻ്റെ പുറത്തു കൂടെ വേറൊരു ലഹരി അടിച്ച് എൻ്റെ ഉള്ള ബോധം കളഞ്ഞ് അതിൽ നിന്നൊരു സുഖം കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലഹരിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്തണേണ്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കമൻറ്റ് ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നവർക്ക്